പാകിസ്ഥാന് വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ് ഇന്ത്യ. ഇന്റലിജൻസ് നിരീക്ഷണം ശക്തമാക്കാൻ ആഗ്രയിൽ എയർഷിപ്പ് പരീക്ഷണവും നടത്തിയിട്ടുണ്ട്. ദൗത്യം വിജയകരമാണെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയെ തുടർ നീക്കങ്ങളിൽ നിന്ന് അനുനയിപ്പിക്കണമെന്ന് പാകിസ്ഥാൻ സൗഹൃദ രാജ്യങ്ങളോട് അപേക്ഷിച്ചു. അത് ശരി. അടിയന്തര നാഷണൽ അസംബ്ലി പാകിസ്ഥാൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഭീകരർ പാക് അധിനിവേശ കാശ്മീരിലേക്ക് കടന്നതായും രഹസ്യാന്വേഷണ വിഭാഗത്തിന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതേസമയം പഹൽഗാമിൽ ആക്രമണ സാധ്യതയുണ്ടാകാമെന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ലഭിച്ചിരുന്നു. തുടർന്ന് പരിശോധന നടത്തിയെങ്കിലും ഒരു തെളിവും ലഭിക്കാതെ വന്നതോടെ ആ ഓപ്പറേഷൻ ഉപേക്ഷിക്കുകയായിരുന്നു. 10ാം ദിനവും അതിർത്തിയിലെ പാക് പ്രകോപനങ്ങളിൽ മാറ്റമില്ല. ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകുന്നുണ്ട്. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് പിയാസുനിലും ശ്രീനഗറിൽ നിന്ന് ആദിൽ പാലോടും തത്സമയം ചേരും. ആദ്യം ഞാൻ പിയാസുനിലേക്ക് പോകുന്നു. പിയാസുനിൽ, വെരി ഗുഡ് മോർണിംഗ്. അതിർത്തി വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് എന്താണ് ദില്ലിയിലെ കാലാവസ്ഥ? മഴയൊക്കെ മാറിയോ? അരുൺ, ഇന്നലെ ചെറിയ മഴയുണ്ടായിരുന്നു. ഏതായാലും 2 ദിവസം മുൻപ് കണ്ടതുപോലുള്ള വലിയൊരു മഴ ഏതായാലും ഇല്ല. പക്ഷേ ഇന്നലെ വലിയൊരു മഴ മൂടലുണ്ടായിരുന്നു, ചെറിയൊരു മഴ പെയ്തു. ഏതായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നുമൊക്കെ നല്ല മഴയുണ്ടാകും എന്ന് പ്രവചിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചിലയിടങ്ങളിൽ റെഡ് അലർട്ടും ചിലയിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നും മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മേഘാവൃതമാണ്. ഇനി ആ വാർത്തയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശക്തമായി തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ്. ഇപ്പൊ പൊട്ടിക്കുമെന്ന് പറയുന്നല്ലാതെ എപ്പോൾ പൊട്ടിക്കുന്നില്ലേ എന്ന് ആൾക്കാരെ ചോദിക്കുന്നില്ല. പക്ഷെ അത്ര ലളിതമല്ല കാര്യങ്ങൾ. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടേ നമ്മളൊരു മിലിറ്ററി അറ്റാക്കിന് തയ്യാറാവും. മറുഭാഗത്താണെങ്കിൽ പാകിസ്ഥാൻ അല്പം ആശങ്കയിലുമാണെന്ന് തോന്നുന്നു. മറ്റു രാജ്യങ്ങളോടൊക്കെ ഇപ്പോൾ അപേക്ഷിക്കുകയാണ്, ഒന്ന് ഇന്ത്യ അനുനയിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, കാര്യമായി എന്തോ വരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതിർത്തിയിലും 2 രാജ്യങ്ങളിലും? അരുൺ, എന്തായാലും പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഈ ചോദ്യം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകാൻ ഇത്രയും കാലതാമസം എടുക്കുന്നത് എന്നത്. നമുക്കറിയാം, 2 ദിവസം മുൻപ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ചോദിച്ചത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ കൃത്യമായ പദ്ധതി ഇക്കാര്യത്തിൽ ഇല്ലേ എന്നതാണ്. ഇന്നലെ ശിവസേന നേതാവ് സഞ്ജയ് റൌട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. പ്രധാനമന്ത്രിയുടെ ശരീരഭാഷ കണ്ടാൽ പെഹൽഗാമിന് ശക്തമായ മറുപടി നൽകാനുള്ള എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പ് ഇല്ല എന്നാണ് തോന്നുന്നത് എന്ന് സഞ്ജയ് റൌട്ട് വിമർശിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഇതൊക്കെ ഒരു ആയുധമാക്കി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം തീർച്ചയായും ഇതൊരു സൈനിക നടപടിയുടെ കൂടി ഭാഗമാണ്. ഏതായാലും സൈന്യത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണ ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ സൈന്യം ഇക്കാര്യത്തിൽ ആലോചന നടത്തി സൈന്യം അതിൻ്റെതായ നീക്കങ്ങൾ നടത്തുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇതോടൊപ്പം തന്നെയാണ് അന്വേഷണം വളരെ ശക്തമായി പുരോഗമിക്കുന്നത്. കാരണം ഈ ഒരു ഭീകരാക്രമണത്തിന് പിന്നിലെ പാക് ബന്ധം ശാസ്ത്രീയമായി കൂടി ഇന്ത്യക്ക് തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കൂടി ഒരു സാഹചര്യം ഇന്ത്യ ഒരുക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അതിൻ്റെ ഭാഗമായുള്ള ഒരു കാലതാമസമായിരിക്കാം ഒരുപക്ഷെ ഇത്. ഏതായാലും വളരെ ശക്തമായി തന്നെ 3 സേനകളും മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ നാവികസേന ആയിക്കോട്ടെ, വ്യോമസേന ആയിക്കോട്ടെ, കരസേന ആയിക്കോട്ടെ. ഇന്നലെ വന്ന റിപ്പോർട്ട് കരസേന കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് അത്യാധുനിക ഹ്രസ്വദൂര എയർ ഡിഫൻസ് മിസൈലുകൾ വാങ്ങാനുള്ള കരാറുകളൊക്കെ തന്നെ കരാറുകളിൽ ഏർപ്പെടാൻ കരസേന നീക്കം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഏതായാലും പാകിസ്ഥാൻ വലിയ ആശങ്കയിലാണ്. ഏത് നിമിഷവും വലിയൊരു ആക്രമണം ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രസിഡന്റ് അടിയന്തര പാർലമെന്റ് സമ്മേളനം വിളിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്കാണ് ഈ നാഷണൽ അസംബ്ലി കൂടാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ പാകിസ്ഥാൻ പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാനൊക്കെ തന്നെ പാകിസ്ഥാൻ അടിയന്തര നീക്കങ്ങൾ നടത്തുകയാണ്. അതിനിടയിൽ ഇപ്പോൾ ഒരു ഇന്റലിജൻസ് ഇൻപുട്ട് ലഭിച്ചിരിക്കുന്നത് ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഭീകരർ വന്ന വഴിയെ തന്നെ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാകാം എന്നൊരു വിവരം കൂടി ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട്. അവർ ഏത് വഴിയാണോ വന്നത് ആ വഴി തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യതയാണ് ഏതായാലും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആ നിലയ്ക്കും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. 4 പാക് ഭീകരരും ജമ്മു കശ്മീർ സ്വദേശികളായ 2 പേരുമാണ് ഈ ഒരു ആക്രമണത്തിൽ പങ്കെടുത്തത് എന്നുള്ള വിവരം കൂടി അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ആ നിലയ്ക്കും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഓക്കെ, എന്തായാലും പിയാസുനിൽ നീക്കങ്ങളൊക്കെ വളരെ സജീവമാണ്. പക്ഷേ കുറച്ച് ക്ഷമ വേണം, സിനിമയിൽ പറഞ്ഞതുപോലെ. കാരണം ഒരു മിലിറ്ററി ഓപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്പലപ്പൂരപ്പറമ്പിൽ അവനെ നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയ്ക്കകത്ത് വെല്ലുവിളിച്ച് പോകുന്നത് പോലെയല്ല ഈ ഒരു മിലിറ്ററി മുഖത്ത് നിൽക്കുന്ന സമയത്ത് ആളുകൾ തീരുമാനമെടുക്കേണ്ടത്. മാത്രമല്ല സൈനികേതരമായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ പരമാവധി നമ്മൾ അവർക്ക് തിരിച്ചടി നൽകുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ടൊരു മിലിറ്ററി ഇൻ്റർവെൻഷൻ ആവശ്യമാണോ എന്നുള്ളത് ആ ഘട്ടത്തിലാണ് സർക്കാർ തീരുമാനമെടുക്കുക. തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്.